എമ്പുരാൻ 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 L2 എമ്പുരാൻ എവിടെ നോക്കിയാലും ചർച്ച ഇത് മാത്രമാണ്. അപ്പോൾ എന്താണ് എക്സാക്ട്ലി ഇന്നലെ രാത്രി സംഭവിച്ചത്? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഇന്ന് ഉച്ചയ്ക്ക് 1:08 ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നതായിരുന്നു പൃഥ്വിരാജ് ഷെയർ ചെയ്ത പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഈ 1:08 എന്ന് പറഞ്ഞ സമയമൊക്കെ ഭയങ്കര എന്താ പറയുക, ഈ ഇലുമിനാറ്റി സാധനം പിടിച്ചിട്ടാണല്ലോ ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആവുമ്പോൾ ഗോഡ് റിലേറ്റഡ് ആയിട്ടും റിലീജിയൻ റിലേറ്റഡ് ആയിട്ടും ഡീമൺ റിലേറ്റഡ് ആയിട്ടൊക്കെ ഈ സമയം ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നട്ടപ്പാതിരയ്ക്ക് ട്രെയിലറ് അവിടെ ഇറക്കി വിട്ടത്. അതിനൊരു പ്രോപ്പർ റീസൺ ഉണ്ട്. ഓക്കെ, ആരുടെയോ കയ്യിൽ നിന്ന് പറ്റിയ ഒന്നില്ലെങ്കിൽ അബദ്ധമാവാം, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ടീം അന്വേഷിച്ച് ആരാണോ ഇത് ചെയ്തത്. കാരണം നാളെ ഇനി സിനിമ ഇറങ്ങിയാൽ അടക്കം ചിലപ്പോൾ ഈ സിനിമയെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരുത്തനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ ചിന്തിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഡെസ്റ്റിനി വരെ മാറ്റിമറിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു മുതലാണ് L2 എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പടം. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രിപ്പറേഷനും ഓരോ കാര്യങ്ങളും അത്രയും പ്രിസൈസ് ആയിട്ടാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ പ്ലേസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിന് ഭയങ്കരമായിട്ട് നമ്മുടെ ആശീർവാദ് സിനിമാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗോകുലം ടീമും കൂടി വന്നപ്പോൾ ഒന്നും കൂടി അത് അടിപൊളിയായി. ബട്ട് സിനിമയ്ക്കകത്തിരുന്ന് തന്നെ സിനിമേനെ പൊളിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതിന്. ഇന്നലെ ഈ ട്രെയിലർ നട്ടപ്പാതിരയ്ക്ക് വന്ന സമയത്ത് തന്നെ എല്ലായിടത്തും ഇങ്ങനെ പറയുന്നുണ്ട് ട്രെയിലർ ലീക്ക് ആയതുകൊണ്ട് ഇറക്കി വിട്ടത്. ഫാക്റ്റ് അതാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, ട്രെയിലർ ലീക്കായി. അപ്പോൾ ട്രെയിലർ ലീക്കായത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ശ്രീഗോകുലം മൂവീസിൻ്റെ യൂട്യൂബ് ഹാൻഡിലിൽ നട്ടപ്പാതിര ഏകദേശം ഒരു 9:10 മണിയോട് കൂടിയിട്ട്, 9:10 മണി നട്ടപ്പാതിരില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ആ ടൈമിലാണ് നമുക്കൊക്കെ സ്ക്രീൻഷോട്ടുകൾ വരുന്നത്. ഓക്കെ, എമ്പുരാൻ്റെ ട്രെയിലർ, തമിഴ് ട്രെയിലർ, ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കാം. അതിൽ വ്യൂവർഷിപ്പും കാണിക്കുന്നുണ്ട്, 63 വ്യൂസ് കാണിക്കുന്നുണ്ട്. ഇതിനി അൺലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് പോയതാണോ, അതോ ഇത് അപ്ലോഡ് ചെയ്തത് പ്രൈവറ്റ് എന്നുള്ളതിന് മാറിയിട്ട് പബ്ലിക്കായിട്ട് വന്നതാണോ, എന്താണെങ്കിലും അറിയില്ല. 45, 63 വ്യൂവർഷിപ്പ് കാണിക്കുന്ന ഡിഫറെൻറ്റ് സ്ക്രീൻഷോട്ടുകൾ നമുക്ക് കിട്ടുകയാണ്. ഇത് കിട്ടിയോട് കൂടിയിട്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പായി, കേരളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:08 റിലീസ് ചെയ്യാൻ നമ്മളെല്ലാവരും കാണാനിരുന്ന സാധനം ഇന്നലെ രാത്രി തന്നെ റിലീസ് ചെയ്ത് ആരൊക്കെയോ കണ്ടു. കണ്ടവരാരും വെറുതെ ഇരിക്കില്ല, എല്ലാവരും സ്ക്രീൻ റെക്കോർഡും ചെയ്തിട്ടുണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് ഷെയർ ആയിരിക്കും. എത്ര സിനിമേനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും, എത്ര ഈ സിനിമ ഇൻഡസ്ട്രിയുടെ എന്താ പറയുക വെൽബീങ്ങിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു പറയുന്നു എന്നൊക്കെ പറഞ്ഞാലും എക്സൈറ്റ്മെൻറ്റിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് കിട്ടി എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ സാധനങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ആയി പോയതാണ് ഫൈൻ. പക്ഷേ ആർക്കാണ് ഇവിടെ തെറ്റ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ചാൽ ഇറ്റ്സ് ബെറ്റർ. ബിക്കോസ് നാളെ സിനിമ ഇറങ്ങിയാലും ഇതേപോലെ പ്രിൻറ്റുകൾ അറിയാലോ. ഇവിടെ സിനിമേനെക്കുറിച്ച് എല്ലാം സംസാരിക്കുന്നുണ്ട്. സിനിമയെ തകർക്കാൻ ആരൊക്കെ എങ്ങനെയൊക്കെ എല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമേൻ്റെ പ്രിൻറ്റ് മൊബൈലിൽ കിട്ടി, അതിൽ കണ്ട് അങ്ങനെ പോകുന്ന ഇഷ്ടം പോലെ ടീമുകളുണ്ട്. അത് ഇതുപോലെ വലിയൊരു പടത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെങ്ങനെ ലീക്കായി, ആര് ലീക്കാക്കി, ആരെ കയ്യിൽ നിന്ന് ഈ അബദ്ധം പറ്റി, അബദ്ധമാണോ മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ളത് ഇതിൻ്റെ ടീം കണ്ടുപിടിച്ചാൽ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യം തമിഴ് ട്രെയിലർ അപ്ലോഡ് ചെയ്തത് അങ്ങനെ കുറച്ച് പേർക്ക് കിട്ടുന്നു. അതിൽ നിന്നുള്ള ഷോർട്സ് ഓരോ സ്ക്രീൻഷോട്ടുകളായിട്ട് ഓരോരുത്തർക്ക് കിട്ടുന്നു. അങ്ങനെ ഏകദേശം ഒരു രാത്രി 12:30, 12:45 തോന്നുന്നു. ആ സമയത്ത് ട്രെയിലർ ഇവർ കണ്ട് റിലീസ് ചെയ്തു. ഞാനൊരു വോയിസ് നോട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്ലേ ചെയ്യാം. ഇത് ആരുടെ വോയിസ് നോട്ടാണെന്നുള്ളതിൽ എനിക്കും വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല. പക്ഷേ ഈ വ്യക്തി പറയുന്ന കാര്യം എന്താണെങ്കിലും നിങ്ങളൊന്ന് കേട്ടോട്ടോ. അതായത് സംതിങ് റിലേറ്റഡ് ടു ദിസ് ലീക്കാണ്. എൻ്റെ സുഹൃത്താണ് ഡോൺ മാക്സ് എഡിറ്റർ. ഞങ്ങൾ നിരന്തരം കോൺടാക്റ്റ് ഉണ്ട്. പുള്ളി ഇപ്പോൾ UK വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ദോഹ എയർപോർട്ടിലാണ്. പുള്ളി ഇത് രാജുവിനെ അറിയിച്ച് അദ്ദേഹം ഭയങ്കര അപ്സെറ്റിലാണ്. ഇത് ഗോകുലം ഗോപാലിൻ്റെ ഒരു സ്റ്റാഫിൽ അവരുടെ അത്ര അറിയാത്ത ആൾക്കാരാണ്, അവരിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പം ഇങ്ങനൊരു വോയിസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോൺ മാക്സ് എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് ലൂസിഫറിൻ്റെ ട്രെയിലറും ചെയ്തത് ഡോൺ മാക്സ് ആണ്, ഈ ട്രെയിലറും ചെയ്തത് ഡോൺ മാക്സ് ആണ്. സോ അയാൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ആ എൻറ്റയർ ടീമിൻ്റെ ഇത്ര കാലത്ത് ഹാർഡ് വർക്ക് ആളുകളിലേക്ക് എത്തുന്ന ഫസ്റ്റ് ഗ്ലിംസ് എന്ന് പറയുന്നത് ഈ ട്രെയിലറാണ്. നമ്മളതിനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ട്രെയിലർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷ ആ 3-4 എന്താ പറയുക മിനിറ്റുള്ള സാധനം ഇങ്ങനെ നമുക്ക് കിട്ടാനുള്ളൊരു ആ മൊമെൻറ്റിലാണ് ശരിക്കും ഈ സാധനം ഒന്നുകൂടി ഭയങ്കരമായിട്ട് വർക്കാവും. ഇന്നലെ നിങ്ങൾ ആലോചിക്കുന്നത് നട്ടപ്പാതിരയ്ക്കാണ് ഈ സാധനം എല്ലാവരും കാണുന്നത്. അതും പലരെയും വിളിച്ച് പറഞ്ഞ് നീപ്പിച്ചിട്ടൊക്കെയാണ് ട്രെയിലർ വന്നടാ എന്ന് പറഞ്ഞ് കേൾപ്പിക്കുന്നത്.
ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ ട്രെയിലറിന് ഏകദേശം ഒരു 45 ലക്ഷത്തോട് അടുപ്പിച്ച് വ്യൂസ് ഉണ്ട്. ഇത് ഇന്ന് ഉച്ചയ്ക്ക് 1:08 തന്നെയാണ് റിലീസ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഈ ട്രെയിലർ റിലീസ്, ഇത് വേറൊരു കത്താണ് ഇതിന് കത്തി ഇപ്പോൾ ഓൾറെഡി കത്തിപ്പിടിച്ചിട്ടുണ്ട്. കാട്ടുതീൻ്റെ അപ്പുറം ഇതൊരു മെഗാ കാട്ടുതീയായി. ബട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന 1:08 ഈ സാധനം വന്നിരുന്നെങ്കിൽ ഇത് ഏത് റേഞ്ചിൽ ചർച്ചയായി, ഏത് റേഞ്ചിൽ കത്തിപ്പിടിച്ചേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആരുടെയോ ഭാഗത്തുനിന്ന് ഒന്നില്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ആവാം, അല്ലെങ്കിൽ കരുതി കൂട്ടിയിട്ടാവാം, സ്റ്റിൽ വി ഡോണ്ട് നോ. ബട്ട് ഇങ്ങനൊരു ലീക്ക് സംഭവിച്ചതോടുകൂടി ബട്ട് അത് നന്നായി ഹാൻഡിൽ ചെയ്തു. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് കിടക്കുന്നത്. അത് കൃത്യമായിട്ട് പൃഥ്വിരാജും ടീമിനും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ബിക്കോസ് അവർ ഇട്ട ഇന്നലത്തെ ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് യു ഹൂ സമൻഡഡ് ദ ഡെവിൾ അറ്റ് ദിസ് അവർ, നിങ്ങളാണ് പിശാചിനെ ഈ മണിക്കൂറിൽ വിളിച്ചു വരുത്തിയത്. കാരണം ഇത് ലീക്കായി കുറേ പേരെ ഇതിൽ കിട്ടി. ഇനിയിപ്പോൾ ഇറങ്ങി വരാതെ ചെകുത്താൻ വേറെ വഴിയില്ല, വിളിച്ചു ചെകുത്താൻ വന്നു എന്നുള്ള സ്കീമിൽ ആ സംഗതി അവർ വെൽ ഹാൻഡിൽഡായി. ഇന്ന് ഇവൻ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, മുംബൈയിലാണ്, ഇഫ് ഐ എം നോട്ട് റോങ്, മുംബൈയിൽ വെച്ചിട്ടാണ് ഇവൻ്റ് നടക്കുന്നത്. സോ അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. ബട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു ടീം എടുക്കുന്നൊരു ടെൻഷൻ. ഇപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം പൈസ കൊടുത്ത് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കുക, അത് വേറൊരു ഫാക്ടറാണ്. പക്ഷെ ആളുകളിലേക്ക് ഈ സാധനം എത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ ലീക്കുകൾ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കൺസേണാണ്. ഓക്കെ, അതതിൻ്റെ ക്രിയേറ്റീവ് സൈഡിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നൊരു ഫാക്ടറാണത്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നാളെ 1:08 ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട്, ഓക്കെ, ഈ ഒരു ട്രെയിലർ റിലീസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി നട്ടപ്പാതിലേക്ക് ഇത് ഇറക്കി വിടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അയാൾ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ. സോ ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ കാണിക്കുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക എന്നാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഡീകോഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ പേര് അറിയാമല്ലോ, ഡീകോഡിങ് ഉണ്ട്. ഇപ്പം ഞാനാണെങ്കിലും സെൽഫായിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഷാമിൽ മുതലിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ പേരുടെ വീഡിയോസ് ഇരുന്ന് കാണും. അപ്പോൾ ഡീകോഡിങ്ങും പരിപാടികളൊക്കെ ഇങ്ങനെ അവരിത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഓക്കെ, നമ്മൾ ചിന്തിച്ച് ശരിയാണല്ലോ എന്നുള്ള സ്കീമിലേക്ക് നമുക്ക് പേഴ്സണലി പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ കോണ്ടൻറ്റുകളായിട്ട് ഒരു സൈഡിൽ എമ്പുരാനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ പോകുന്നുണ്ട്. ടൊവിനോ വില്ലനാണോ, ഷാജോൺ മരിച്ചില്ലേ, കുറേ സാധനങ്ങളുണ്ട്. വില്ലൻ ആരായിരിക്കും, ഡ്രാഗൺ ആരായിരിക്കും, ഫാഫയാണോ അതോ വേറൊരു ഫോറിൻ ആക്ടറാണോ, അതോ ഇനിയിപ്പോൾ ടൊവിനോ തന്നെയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് വില്ലനാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഫോർ മീ, ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ടൊവിനോൻ്റെ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൊവിനോയ്ക്ക് ഒരു വില്ലൻ ഷെയ്ഡ് അതിനകത്ത് ഫേസിൽ എനിക്ക് പേഴ്സണലി തോന്നി. സോ എനിക്ക് ടൊവിനോ ആണ് വില്ലനായിട്ട് തോന്നുന്നത് എന്നുള്ളത്. ഇന്നലത്തെ ട്രെയിലർ കഴിഞ്ഞപ്പോൾ എനിക്കത് ഓൾമോസ്റ്റ് ഓക്കെ, ടൊവിനോ ഒരു വില്ലനായിരിക്കാം, അല്ലെങ്കിൽ ടൊവിനോ ആയിരിക്കാം, അല്ലെങ്കിൽ ടൊവിനോ എക്സിക്യൂട്ട് ചെയ്യാൻ വേറെ വില്ലന്മാർ വരാം, പറയാൻ പറ്റില്ല. നമുക്ക് പൃഥ്വിരാജ് ആയതുകൊണ്ട് വി ക്യാൻ എക്സ്പെക്ട്. സഞ്ജയ് ദത്തിൻ്റെ പേര് ഈ സിനിമയുടെ ഒപ്പം പറഞ്ഞു കേട്ടിരുന്നു. തുടക്കം മുതലൊരു 2019-20 ടൈമിലൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. മമ്മൂക്കാൻ്റെ എലമെൻറ്റ് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. മേ ബി L3 ലീഡാവാം, എങ്ങനെ വേണമെങ്കിലും വരാം. ഇവർക്കത് എങ്ങനെയും പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ പ്രഭാസിനെ വരെ അറിയാലോ, പ്രഭാസിനെ വരെ പൃഥ്വിരാജിന് കൊണ്ടുവന്നൊരു ക്യാമിയോ ആക്കിയിട്ട് പോകാൻ പറ്റും. സോ എന്ത് സർപ്രൈസാണ് പൃഥ്വിരാജ് നമുക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം പേഴ്സണലി ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ കുറേ തോട്ട്സ് പോകുന്നുണ്ടാവും. സോ അതൊരു സൈഡിൽ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും എക്സ്പെക്റ്റേഷനാണ് ഈ സിനിമേൻ്റെ മുകളിൽ. ഓക്കെ, ആൻഡ് ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇൻഡസ്ട്രീൻ്റെ ഒരു മൊത്തം ഡൈനാമിക്സ് തന്നെ മാറ്റും. മൊത്തം നിങ്ങൾ ആലോചിക്കുക, തിയേറ്ററൊക്കെ ഡ്രൈ ആണ് ഇപ്പോൾ. ഓൾറെഡി ഈ ഒരു റംസാൻ ടൈമാണ്. പിന്നെ ഓൾറെഡി സിനിമകൾ വളരെ എന്താ പറയുക, കുറവ് ഈ ടൈമിൽ ഇറക്കുകയുള്ളൂ. ഇതിന് മുമ്പുള്ള മാസങ്ങളിലൊക്കെ ഒരു വളരെ സ്ലോ പേസിൻ്റെയും താഴെയായിട്ടാണ് ഇൻഡസ്ട്രി മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സമയത്ത് ഈ വരണ്ട ഭൂമിയിലേക്ക് പൊട്ടി ഒലിച്ച് വെള്ളത്തിൻ്റെ പാച്ചിൽ പോലെയാണ് എമ്പുരാൻ തിയേറ്ററിലേക്ക് വരുന്നത്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു മൊത്തമുള്ള ഒരു ഗ്രാഫും ഡൈനാമിക്സും മാറി ഇത് ഏത് രീതിയിൽ കത്തുന്നുള്ളതൊക്കെ ആലോചിച്ച് എല്ലാവരും ഒരു ഉത്സവ പ്രതീതിയിലാണ് എൻറ്റയർ ഇൻഡസ്ട്രി ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഈ ടൈമാണ് ദ റൈറ്റ് ടൈം ടു ടോക്ക് ദിസ്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇങ്ങനെ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കഴിഞ്ഞ മാസത്തെ സിനിമകളുടെ കണക്കുകൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ കണക്കും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ഞാൻ അങ്ങനെ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പ്ലാന്, അല്ലെങ്കിൽ ഇവരിങ്ങനെ പുറത്ത് വിടുന്നത് കൊണ്ട് ഇവരുടെ ആവശ്യം എന്താണ്. ഓക്കെ, അതൊക്കെ എന്നെ കുറേ
ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് നമുക്ക് കുറേ ഉണ്ടല്ലേ സിനിമയെ സ്നേഹിക്കുന്നവരൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ ഓരോ തോട്ട്സ് പറയും. എന്നാണെങ്കിലും മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് വളരെ ഇന്നവിറ്റബിൾ ആയിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളാണ് പുതിയ ജനറേഷൻ ഓഫ് സിനിമകൾ. പുതിയ ജനറേഷനിലെ സിനിമകളിൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് ചിലപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരും, ഡേയ്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരും, നടന്മാർക്കും നടിമാർക്കും ടെക്നീഷ്യൻസിനും കുറേ പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. ബട്ട് സ്റ്റിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം സിനിമ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രീൻ്റെ ദ ഗോൾഡൻ ടൈം, അതാണ് ഏറ്റവും നല്ല ഗോൾഡൻ ടൈമാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഇൻഡസ്ട്രീസ് വെച്ച് നോക്കുമ്പോൾ മലയാളം ഫിലിം കത്താണ് നിന്നത്. നമ്മളെ ഇൻഡസ്ട്രീന് അത്രയും നല്ല പ്രൊഡക്ട്സ് വരുന്നു, അത്രയും നല്ല ക്വാളിറ്റി വരുന്നു, അത്രയും നല്ല ടെക്നീഷ്യന്മാർ വരുന്നു. നമ്മളുള്ള ആക്ടേഴ്സ് തന്നെ അവരുടെ എല്ലാ പൊട്ടൻഷ്യലും എടുത്തിട്ടാണ് ഓരോ സിനിമകളും ചെയ്യുന്നത്. കമ്പയറിങ് ടു അതർ ഇൻഡസ്ട്രീസ് നമ്മളത് എത്ര ചെറുതാണ് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടും നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും നല്ല പ്രൊഡക്ട്സ് വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കുറച്ച് പേര് ഇരുന്നിട്ട് ഇല്ല മൊത്തം അടച്ചു കൂട്ടേണ്ട ഒരവസ്ഥയെന്ന് പറയുമ്പോൾ വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടല്ലോ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇവർ ഈ പുറത്തു വിട്ട കഴിഞ്ഞ മാസത്തെ കണക്കുകളിലേക്കൊന്ന് പോവാം. കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമാണ് മുടക്ക് മുതലിന് അടുത്തെങ്കിലും എത്തിയത്. 13 കോടി ചെലവ്, തിയേറ്റർ വിഹിതമായി കിട്ടിയത് 11 കോടി. ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിലുണ്ട്. ജോജി ജോർജ് നായകനായ നാരായണീന്റെ 3 ആൺമക്കൾ ചിത്രത്തിന്റെ ബജറ്റ് 5.5 കോടിയായിരുന്നു. എന്നാൽ തിയേറ്റർ ഷെയറായി കിട്ടിയത് വെറും 33,58,147 രൂപ മാത്രമാണ്. ചിത്രം ഒടുവിൽ ഇത് OTT-ലും എത്തിയിരിക്കുന്നു. ഉണ്ണിമുകുന്ദൻ നായകനായ ഗെറ്റ് സെറ്റ് ബേബി മാർക്കോയ്ക്ക് ശേഷമുള്ള റിലീസായിട്ട് പോലും ഉണ്ണിക്ക് കൺസിസ്റ്റൻസി ഇല്ല. ഏകദേശം 10 കോടി രൂപ ചെലവഴിച്ച ചിത്രത്തിന് ലഭിച്ച തിയേറ്റർ വരുമാനം വെറും 1,40,00,000 മാത്രമാണ് തിയേറ്റർ ഷെയർ. യുവതാരങ്ങളുടെ 3 ചിത്രങ്ങൾ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയതാണ്. ഇതിൽ 8 കോടി ചെലവഴിച്ചിറങ്ങിയ ബ്രോമാൻസ് 4 കോടി മാത്രമാണ് നേടിയത്. 9 കോടിയാണ് പെപ്പെ ചിത്രം ദാവീദിന്റെ ചെലവ്. എന്നാൽ വരവ് 3.5 കോടി മാത്രമാണ്. അനശ്വര രാജൻ സജിൻ ഗോപു ചിത്രം പൈങ്കിളി ഇറക്കിയത് 5 കോടി രൂപയ്ക്കാണ്, കിട്ടിയത് 2.5 കോടി രൂപ മാത്രമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വർത്തമാനം പറഞ്ഞ് ധ്യാൻ ശ്രീനിവാസൻ തൻ്റെ താരമൂല്യം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇറങ്ങിയ പടം തിയേറ്ററുകളിൽ തവിട് പൊടിയായി. ഫെബ്രുവരിയിൽ ഇറങ്ങിയ ആപ് കൈസേ ഹോ ചിത്രത്തിൻ്റെ ചെലവ് 2.5 കോടി രൂപയാണ്. എന്നാൽ തിയേറ്റർ ഷെയറായി എത്തിയത് 5 ലക്ഷം രൂപ മാത്രമാണ്. അതായത് ഈ ധ്യാൻ്റെ അടക്കം താരങ്ങളുടെ കാരവൻ വാടക പോലും മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ലൗഡയിൽ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് 1,60,86,700 രൂപയായിരുന്നു. എന്നാൽ തിയേറ്റർ ഷെയറായി ലൗഡയിലിന് കിട്ടിയത് 10,000 രൂപ മാത്രമാണ്. അപ്പോൾ ആകെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ 75 കോടിയാണ്, 75 കോടിയോളം രൂപയാണ് നിർമ്മാണത്തിന് ചെലവായത്. തിയേറ്റർ ഷെയറായി തിരിച്ചു കിട്ടിയതാകട്ടെ 23,55,00,000. 16 സിനിമകളുടെ കണക്കാണ് ഇപ്പോൾ വാർത്താ നേരത്തിൽ സൂചിപ്പിച്ചത്. 75 കോടി രൂപ ചെലവായി എന്നാണ് നിർമ്മാതാക്കൾ ഇവിടെ പറയുന്നത്. ഈ 75 കോടി എന്നുള്ള കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നിർമ്മാതാക്കൾ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിലും ചേംബറിലൊക്കെ കൊടുത്ത കണക്കുകൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ 75 കോടി എന്ന് ഇവർ പറയുന്നത്. പിന്നെ ഈ ഒരു കണക്കിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്കിൽ തിയേറ്റർ ഷെയർ മാത്രമാണ് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പല ചോദ്യങ്ങളുള്ളത് ഗ്രോസ് കളക്ഷൻ അല്ല. ഓക്കെ, OTT ഡീലിനെ കുറിച്ച് പറയുന്നില്ല, ഓഡിയോ സാറ്റലൈറ്റ്സ് റൈറ്റ്സിനെ കുറിച്ച് പറയുന്നില്ല, മ്യൂസിക് റൈറ്റ്സിനെ കുറിച്ച് പറയുന്നില്ല. ഇവയൊക്കെ എവിടെ എന്നുള്ളൊരു ചോദ്യം പ്രൊഡ്യൂസേഴ്സിനോട് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. ബേസിക്കലി പ്രൊഡ്യൂസേഴ്സിന് ഇതിനകത്ത് അവർക്ക് കേരളത്തിൽ നിന്ന് വരുന്ന തിയേറ്റർ ഷെയർ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള സ്കീമിലാണ് ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവർക്ക് എവിടെയും ഇതിൻ്റെ എന്താ പറയുക ഗ്രോസ് കളക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞ ഓവർസീസ് റേറ്റ്സിനെ കുറിച്ചോ അതിൻ്റെ കളക്ഷനെ കുറിച്ചോ അതിൻ്റെ ബിസിനസ്സിനെ കുറിച്ചോ ഒന്നും അവർക്ക് പറയേണ്ട ആവശ്യമില്ല. അവർ ഇവിടുത്തെ തിയേറ്റേഴ്സിൻ്റെ കണക്ക് മാത്രം പറഞ്ഞ് അവർ പോവാണ്. ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടത് പഴയ പോലത്തെ ബിസിനസ് സ്ട്രാറ്റജീസ് ഒന്നും ഇവിടെ നടക്കില്ല. ഫൈൻ, താരങ്ങൾ ഭയങ്കരമായിട്ട് റേറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞാലും പരിപാടി എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് മാർക്കറ്റ് ഉള്ളവൻ എപ്പോഴും വാല്യൂ കൂട്ടും, ടെക്നീഷ്യൻ ആണെങ്കിലും ആക്ടർ ആണെങ്കിലും. ഓക്കെ, ആ വ്യക്തിക്ക് മാർക്കറ്റ് ഉണ്ട്, ആ വ്യക്തിക്ക് സ്വയം മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അയാൾ ഒരു സക്സസ്ഫുൾ റണ്ണിലാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ആണെങ്കിലും ആക്ട്രസ് ആണെന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യും, പൈസ കൂട്ടും. അപ്പോൾ പൈസ കൂട്ടും, നല്ല സാധനത്തിന് നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതൊരു ബേസിക് തിങ് ആണ്. അത് എവിടെ ഏത് ബിസിനസ്സിലും അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ
പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഫൈൻ. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഒരുപാട് പേര് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ഫൈൻ, ഈ എന്താണ് നടക്കുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, ഇതിനെന്തെങ്കിലുമൊക്കെ വേറെ മാറ്റങ്ങൾ വരേണ്ടതെന്നൊക്കെ. റിഹാഷ് TV എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ഹാൻഡിലിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ പറയുന്നത്, ഇവർ ഈ പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യം? ഓക്കെ, മലയാള സിനിമയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടത്, മലയാള സിനിമയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിലൊക്കെ ഈ വ്യക്തി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഒരു കാലത്ത് കേരളത്തിന് പുറത്ത് ബി ഗ്രേഡ്, ഏപ്പടം എന്ന രീതിയിലേക്ക് അധപ്പതിച്ച മലയാള സിനിമ ഇന്ന് മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഓഡിയൻസ് തൊട്ട് സെലിബ്രിറ്റീസ് വരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ടോട്ടൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ കളക്ഷനിൽ യൂഷ്വലി 5% പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത നമ്മുടെ ഇൻഡസ്ട്രി പക്ഷെ കഴിഞ്ഞ വർഷം 10% കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതായത് ഇരട്ടി. അതേസമയം തമിഴിന്റെ റവന്യൂ 7% കുറഞ്ഞു. ബോളിവുഡ് ഏകദേശം ഇല്ലാണ്ടായ അവസ്ഥയാണ്. അവരുടെ 1/3 റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഡബ്ഡ് സൗത്ത് ഇന്ത്യൻ മൂവീസാണ്. മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1000 കോടി കളക്ഷൻ ക്രോസ് ചെയ്തു. റവന്യൂവിൽ 100% ഗ്രോത്ത്. തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ആളുകളുടെ എണ്ണം 88% കൂടി. ഇത്ര അച്ചീവ്മെന്റ്സ് നേടി നിൽക്കുന്ന മലയാള ഇൻഡസ്ട്രി തകർന്നടിഞ്ഞു എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ പറഞ്ഞത്. ഈ കണക്കുകളും ഈ വ്യക്തി പറയുന്നതും വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഫാക്ട് തന്നെയാണ്. ബിക്കോസ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും നല്ല ഗോൾഡൻ പീരിയഡിലാണ് ആക്ച്വലി സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമ പൊട്ടി, ലാഭമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, പ്രൊഡ്യൂസർ അസോസിയേഷന് അത്യാവശ്യം ബാക്കിയുള്ളവരോടൊന്നും പറയാം, നിങ്ങളെ അസോസിയേഷനകത്ത് തന്നെ നിങ്ങൾക്ക് പ്രൊഡ്യൂസർമാരോട് പറയാം, എന്തിനാണ് ഈ മറ്റേ പൈപ്പ് തുറന്നു വിട്ട മാതിരി ആഴ്ചയ്ക്ക് എല്ലാ പടങ്ങളും തിയേറ്ററിലേക്ക് അഴിച്ചു വിടേണ്ട ആവശ്യം എന്താ? ടൈം കൊടുക്കണ്ടേ, ഒരു ഗ്യാപ്പ് കൊടുക്കണ്ടേ? ഒന്നുമില്ല. ചട്ടപ്പെട്ട അതിനത്ര തിയേറ്റേഴ്സ് ഇവിടെ ഉണ്ടോ, അത്ര സ്ക്രീൻ ഇവിടെ ഉണ്ടോ? ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ ഇങ്ങനെ കുത്തൊഴുക്കും അതിൽ സിനിമകൾ അഴിച്ചു വിടുമ്പോൾ അതിൽ മുങ്ങിപ്പോണ എത്ര നല്ല പടങ്ങളുണ്ടാവും, സ്ക്രീൻ കിട്ടാതെ പോകുന്ന എത്ര നല്ല പടങ്ങളുണ്ടാവും. ഒരു സ്റ്റാർ ഉള്ളത് കൊണ്ട് മാത്രം കുറച്ചധികം സ്ക്രീൻ കിട്ടുന്ന പടങ്ങളുണ്ടാവും. സോ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങളൊരു ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സിനിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഫൈൻ. പിന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളത് ആർക്ക് വേണേൽ സിനിമ നിർമ്മിക്കാൻ പറ്റുന്നൊരവസ്ഥ. നിങ്ങൾ വന്നിരുന്നിട്ട് മറ്റേ നടന്മാർ നിർമ്മിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിയേറ്ററിൽ ഓടിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നിയമം ഉണ്ടല്ലോ ഇന്ത്യ മഹാരാജ്യത്ത്. ആ നിയമം വെച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് അയാളുടെ കാശ് മുടക്കി സിനിമ നിർമ്മിച്ച് കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കണോ വേണ്ട എന്നൊക്കെ ഇവിടെ നിയമത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൂച്ചാണ്ടി കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് നിർത്താനും നിൽക്കണ്ട. പിന്നെ ബാക്കി കുറേ ഇൻഡസ്ട്രിയിലൊക്കെ മലയാളത്തിന് മാത്രമൊന്നുമല്ല ഈ നടന്മാരുടെ പ്രൊഡക്ഷൻ ഹൗസുകളും കാര്യങ്ങളും ഉള്ളത്. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞൊരു കാര്യം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നടന്മാരുടെ പ്രൊഡക്ഷൻ ഹൗസിലാണ്. പണ്ട് നിങ്ങൾക്കൊക്കെ വന്നിട്ട് ബാക്ക് ഫണ്ടിങ് ചെയ്ത ആളുകൾ, അതേപോലെ ഇവിടെ പുറത്തുനിന്ന് വന്നിട്ട് 5 കോടി 2 കോടി 50 ലക്ഷം 10 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫണ്ട് തന്ന് സിനിമയുടെ ഭാഗമാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്ന കുറേ മൈക്രോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവരടക്കം ഇപ്പോൾ വലിയ സിനിമയുടെ ഭാഗമാവാൻ താല്പര്യപ്പെട്ട് അവർ നേരെ ഈ സിനിമ എന്താ പറയുക സോക്കോൾഡ് പ്രൊഡ്യൂസേഴ്സിൻ്റെ പിന്നാലെ പോവാതെ നേരെ നടന്മാരുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വലിയ നല്ല അടിപൊളി പ്രൊഡക്ട്സ് എടുത്ത് കാണിച്ചു കൊടുക്കും, അതല്ലേ ചെയ്യേണ്ടത്. അതിന് വരെ എല്ലാം ഞങ്ങൾ പൂട്ടിക്കും, സിനിമ മൊത്തം തൊലഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങിയിരിക്കുക. ഈ പറയുന്ന കേട്ടാത്തൊന്നും മലയാളത്തിലെ പ്രൊഡ്യൂസർമാർക്ക് ഇതുവരെ ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. വർഷങ്ങളായിട്ട് ഇവർക്ക് നഷ്ടമാണ്. 2022 300 കോടിയായിരുന്നു നഷ്ടം. 2023 ഇത് 1000 കോടി രൂപയായിരുന്നു. ഇനി മറ്റ് ഇൻഡസ്ട്രീസിന്റെ കേസ് നോക്കിയാൽ 2024 തമിഴിലെ പ്രൊഡ്യൂസേഴ്സിനുണ്ടായ നഷ്ടം 1000 കോടിയാണ്. ബോളിവുഡിൽ ഇത് 2000 കോടിയായിരുന്നു. ഇതിന്റെ ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, 2024 മലയാളത്തിൽ 200 സിനിമ ഇറങ്ങിയതിൽ വിജയിച്ചത് വെറും 24 എണ്ണം മാത്രമേ ഉള്ളൂ എന്നാണ്. അതായത് സക്സസ് റേറ്റ് വെറും 12%. സിനിമ എന്ന ഇൻഡസ്ട്രി തന്നെ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2024 തമിഴിലെ സക്സസ് റേറ്റ് വെറും 7% മറ്റ് ഇൻഡസ്ട്രീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയാളത്തിൽ ഇപ്പോഴും സക്സസ് റേറ്റ് കൂടുതലാണ്. ഇനി ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളിൽ നിന്ന് പ്രൊഡ്യൂസർമാർക്ക് കിട്ടിയ ലാഭം നോക്കിയാൽ മുടക്കുമുതൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സാണ്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇവിടെ പ്രൊഡ്യൂസർ അസോസിയേഷനും അല്ലെങ്കിൽ ബാക്കി ഇപ്പം ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക്
എങ്ങനെ ഈ നടന്മാരെയും നടിമാരെയും ടെക്നീഷ്യൻസിനെയും കൊണ്ട് റെമ്യൂണറേഷൻ കുറപ്പിക്കണം. ഓക്കെ, ഇതിലൊരു കാര്യം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആളുകൾ, ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചില പ്രശസ്ത നടന്മാർ എന്ന് നമ്മളിപ്പോൾ പറയുന്ന നടിമാരെന്ന് പറയുന്ന ഇപ്പം പറയുന്ന ആളുകൾ ഒരു സിനിമയോ 2 സിനിമയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കോടി വേണം, 2 കോടി വേണം. ഈ ചോദ്യം ടാസ്ക്കാണ്. ഓക്കെ, എവിടുന്നാണ് ഈ പോണേന്ന് ആലോചിക്കണം. 15 ലക്ഷം 20 ലക്ഷത്തൊന്നുമാണ് ഒറ്റയടിക്ക് 2 പടം ഹിറ്റാകുമ്പോഴത്തേക്ക് 1 കോടി 2 കോടി എന്ന് ചോദിക്കുന്നത്. അതിനോട് എനിക്കും പ്രത്യേകിച്ചൊരു യോജിപ്പില്ല. ഇപ്പം നല്ല എന്താ പറയുക സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ചൊരു 4-5 പടം കത്തണം. 4-5 സിനിമകളിൽ നമുക്ക് നല്ല സക്സസ് റേറ്റ് വന്നാൽ, അതായത് നമ്മളെ മാർക്കറ്റ് ഒരു 4-5 പടം കൊണ്ട് നമ്മൾ ഉറപ്പിക്കണം. അല്ലാതെ 1 പടമോ 2 പടമോ നമുക്കൊരു നടൻ്റെയോ നടിയുടെയോ ഒരു ടെക്നീഷ്യൻ്റെയോ എന്ത് പറയാൻ പറ്റില്ല, ഒരു സക്സസ് ജേണി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്കൊരു ഡിപ്പ് വരാത്ത രീതിയിലുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ, സക്സസ്ഫുൾ ലൈൻ കാണിച്ചു കൊടുക്കണമെങ്കിൽ മിനിമം ഒരു 5 പടം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെ നേരെ മറിച്ച് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർ ഈ പൈസ കൂട്ടുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ ആസ്പെക്റ്റിലാണ്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് കുറയ്ക്കണം. അതിന് ഞാനില്ല എന്ന് പറയുന്നത്, അത് കുറച്ചാൽ നല്ലതാണ്. ഇനിയിപ്പോൾ അവരാരും കുറയ്ക്കാൻ റെഡി ആയില്ലെങ്കിൽ അതിനൊരു റെമഡി ഇവിടെ അവർ കണ്ടുപിടിക്കണ്ടേ. അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ റെമഡി, പ്രൊഡ്യൂസേഴ്സ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ടീമിൻ്റെ റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ നിർത്തുകയാണ്. പ്രൊഡക്ഷൻ നിർത്തി, തിയേറ്റർ നിർത്തി, എല്ലാം നിർത്തി. സിനിമ വേണ്ട, മലയാളം സിനിമ പൂട്ടിക്കെട്ടുക, എല്ലാവരും വീട്ടിലിരുന്നോ, ബിഗ് ബോസും കണ്ടോ, ബാക്കി പരിപാടിയും കണ്ടോ, ഞങ്ങളൊന്നിനും ഒരു പഠിക്കില്ല. ഇതാണ് ഇവരുടെ റെമഡി. കാരണം അതിലും കൂടുതൽ, അതായത് ഇന്നോവേറ്റീവായിട്ട് പുതിയ ടാസ്കുകൾ, പുതിയ പരിപാടികൾ ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർക്ക് അപ്പോഴത്തേക്ക് ഈഗോ തലക്കി പിടിച്ചിട്ട് അപ്പോൾ വേണ്ട എല്ലാം കൂടി ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് പൂട്ടിക്കോന്ന് പറഞ്ഞാൽ കൊടുത്ത്. നേരെ മറിച്ച് ഇന്നോവേറ്റീവായിട്ട് പുതിയ രീതികൾ എന്തൊക്കെ വരുന്ന ടെക്നീഷ്യൻസിനും അല്ലെങ്കിൽ ഈ അഭിനയിക്കുന്ന നടന്മാർക്കും നടിമാർക്കും എന്തെങ്കിലുമൊക്കെ ഒരു റൈറ്റ്സൊക്കെ കൊടുത്ത് അവരുടെ റെമ്യൂണറേഷൻ ഒരു പകുതിയാക്കി, അതായത് അവരെയും കൂടിയും സിനിമയിൽ ഇൻക്ലൂഡഡ് ആക്കി. അതില്ല അപ്പം പറ്റില്ല, അപ്പോൾ ഒന്നിച്ച് എല്ലാം കൂടി ഒപ്പം വേണം. മനസ്സിലായി? എങ്ങാം ബിരിയാണി കൊടുത്താൽ അത് ഒന്നിച്ച് കിട്ടണം. ലെഗ് പീസും ചെസ്റ്റ് പീസും എനിക്ക് വേണം, മുട്ട എനിക്ക് വേണം, അണ്ടിപ്പരിപ്പ് മുന്തിരിയും പോലും ഞാൻ ആർക്കും കൊടുക്കില്ല. കിട്ടുമ്പോൾ ബിരിയാണി ഫുള്ളായിട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വല്ല കാര്യമുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അഭിനയിക്കുന്നവർക്കും ടെക്നീഷ്യനും ഒരു മുട്ടയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബിരിയാണി ഒന്ന് ഷെയർ ചെയ്താലും നമ്മളെ ഈ ചിക്കൻ പീസും റൈസും ഉണ്ടല്ലോ, ഇനി ആ കൊടുത്തതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മുട്ടേൻ്റെ വെള്ളം ഈ എടുത്തോ, മഞ്ഞ എനിക്ക് തന്നോ, അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൊണ്ടുപോകുമ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ പകുതി എനിക്ക് പകുതി കണക്ക്. ഇങ്ങനെയൊക്കെ വേണ്ടടേ ചെയ്യാൻ. ഞാൻ ഈ ബിരിയാണി കഥ പോലെ പറയുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവാനാണ്. കാരണം ഒരു നടൻ അഭിനയിക്കുന്നു, ആ നടന് ഭയങ്കര റെമ്യൂണറേഷൻ പറയുകയാണ്. അപ്പോൾ അയാളോട് പറയുക, എന്നാൽ ഒരു മ്യൂസിക് റൈറ്റ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈറ്റ്സ് നിങ്ങൾ പിടിച്ചോ, എന്നിട്ട് അതിന് നിങ്ങൾ പൈസ എടുക്കുക. ഇങ്ങനെയല്ലേ അത്യാവശ്യം ചെയ്യേണ്ട ഒരു പരിപാടി. ഇങ്ങനെയൊക്കെയാണ് ഇതൊന്ന് സെറ്റാക്കേണ്ടത്. പക്ഷെ അതിന് പകരം ഇതിന്നില്ല ഞങ്ങൾ ഒരു പരിപാടിക്കുമില്ല, ഞങ്ങൾ പൂട്ടും പൂട്ടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യമുണ്ട്. ഇന്നും ഒരു സിനിമയുടെ മേജർ റവന്യൂ തിയേറ്ററിലെ കളക്ഷനാണ്. ഈ തിയേറ്റർ റവന്യൂ കഴിഞ്ഞാൽ പണ്ട് മേജർ സോഴ്സ് ഓഫ് ഇൻകം സാറ്റലൈറ്റ് റൈറ്റ്സ് ആയിരുന്നു. പിന്നീട് അത് OTT ആയി. OTTയിലെ പൈസ കുറയുന്നു എന്ന് പറയുമ്പോൾ പുതിയ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തുകയാണ് വേണ്ടത്. നല്ല സിനിമകൾ നിർമ്മിച്ച അതർ ലാംഗ്വേജ് റൈറ്റ്സ് വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്രേമവും ദൃശ്യവും അയ്യപ്പനും കോശിയും ഒക്കെ. മലയാളത്തിലെ പ്രൊഡ്യൂസർമാർ ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്ത ഒന്നാണ് മെർച്ചൻഡൈസുകൾ. RRR സിനിമ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ മെർച്ചൻഡൈസുകൾ പല സൈറ്റിലും അവൈലബിൾ ആയിരുന്നു. മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ പോലും മെർച്ചൻഡൈസുകൾ ഇറക്കുന്നത് കാണാറില്ല. മറ്റ് പല ഇൻഡസ്ട്രീസും റവന്യൂ കൂട്ടുന്നതിനായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് കണ്ടു പഠിക്കാതെ ഒരു മാറ്റത്തിന് റെഡി ആവാണ്ട് നഷ്ടം സംഭവിച്ചു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. സിനിമയുടെ വരുമാനത്തെ ബാധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. OTTയുടെ വരവും കോവിഡ് പ്രതിസന്ധിയും കാരണം കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ കേരളത്തിലെ 50% തിയേറ്ററുകൾ ക്ലോസ് ചെയ്തു. ഇന്ന് മലയാളത്തിൽ 5-6 സിനിമകൾ ഒരാഴ്ച ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതൊന്നും കളിക്കാൻ ആവശ്യത്തിന് തിയേറ്ററുകളില്ല. പ്രൊഡ്യൂസർമാർ തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്ത് റിലീസുകളുടെ എണ്ണം കൺട്രോൾ ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സിനിമയെ നമ്മൾ ആർട്ട് എന്നൊക്കെ വിളിക്കെങ്കിലും അൾട്ടിമേറ്റ്ലി ഇതൊരു ബിസിനസ്സാണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോ എക്സിക്യൂഷനോ ഇല്ലെങ്കിൽ ഇത് വിജയിക്കില്ല. കാലം മാറുന്നതിനനുസരിച്ച് സിനിമയും മാറും. ഈ മാറ്റത്തെ എംബ്രേസ് ചെയ്യുന്ന പുതിയ തീമുകളും റിസ്ക് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് സക്സസ്ഫുൾ ആവും. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് മാർക്കോ. എക്സ്ട്രീംലി വയലൻ്റ് ആയിട്ടുള്ള ഒരു മൂവി എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്താണ് ഈ ചിത്രത്തെ വിജയിപ്പിച്ചത്. സ്വന്തം തെറ്റുകളും ഇൻകോമ്പിറ്റൻസിയും മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം കാലത്തിനനുസരിച്ചൊരു മാറ്റമാണ് ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിൽ വരേണ്ടത്. ഇത് മലയാള സിനിമയുടെ ഗോൾഡൻ ഫേസ് ആണ്. ഇന്ന് പല നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഫോറങ്ങളിലും മലയാള സിനിമയും അതിൻ്റെ ക്വാളിറ്റിയും പറ്റി ആളുകൾ ഡിസ്കസ് ചെയ്യുന്നു. മലയാള സിനിമ പാൻ ഇന്ത്യ ലെവലിലേക്ക് ഉയരാൻ ശ്രമിക്കുന്ന ഈ സമയത്ത്
ഇങ്ങനെ പെറ്റി ഈഗോ ക്ലാഷസിന്റെ പേരിൽ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ വളർത്തി വലുതാക്കി ദയവ് ചെയ്ത് മലയാള സിനിമയെ നശിപ്പിക്കരുത്. അല്ല, ഇവിടെ നശിപ്പിക്കാനാണ് ശ്രമം കൂടുതൽ. നന്നാക്കാനാണെന്ന് പറയുന്നവരടക്കം അവരുടെ മനസ്സിനകത്ത് അവർ സക്സസ്ഫുൾ ആവണം, മലയാള സിനിമ എന്തായിക്കോട്ടെ ഞങ്ങൾ രക്ഷപ്പെട്ടു പോകണം എന്നുള്ള മൈൻഡിലാണ് പലരും സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല മലയാള സിനിമ. ഇപ്പോൾ ഈ എമ്പുരാൻ ഇറങ്ങാൻ പോകുന്നു. എമ്പുരാൻ്റെ ഒരു മെർച്ചൻഡൈസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, വന്നു കഴിഞ്ഞാൽ വാങ്ങുമോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. ഡെഫിനറ്റ്ലി വാങ്ങും. ഹാർഡ് കോർ ഫാൻസ് ഉണ്ട്. മനസ്സിലായോ? ഇപ്പോൾ പൃഥ്വിരാജ് സൈൻ ചെയ്ത, ലാലേട്ടൻ സൈൻ ചെയ്ത ഒരു ടീഷർട്ട്, ഒരു ക്യാപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെർച്ചൻഡൈസ് അവർക്ക് കേരളത്തിലുള്ള എല്ലാ തിയേറ്റേഴ്സിലും ഇതിൻ്റെ റിലീസിൻ്റെ അന്ന് കൊണ്ടുപോയി വെച്ച്. ഇപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനകത്ത് ഒരു മാച്ച് നടക്കുമ്പോൾ ഇന്ത്യൻ്റെ മാച്ചിന് 150-200 രൂപയ്ക്ക് പുറത്ത് നമ്മൾ ഒരു ജേഴ്സി, ആ ജേഴ്സി നമ്മൾ ആ ദിവസമല്ലേ ഉപയോഗിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ മാച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ജേഴ്സി നമ്മൾ എവിടെയെങ്കിലും ഉപയോഗിക്കുമോ? ആരെങ്കിലുമൊക്കെ പിന്നെ കളിക്കാൻ പോകുന്നവർ ഉപയോഗിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അടുത്ത മാച്ച് വരുമ്പോൾ അടുത്ത ജേഴ്സി നമ്മൾ വാങ്ങും. ആ ഒരു 150-200 നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് കാര്യമാണ്. അങ്ങനത്തെ സമയത്ത് ഇപ്പോൾ തിയേറ്ററിൽ പോകുമ്പോൾ ഹാർഡ് കോർ ഫാൻസിന് അവിടെ ചെല്ലുമ്പോൾ അവർക്കത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ മേടിക്കും. അതൊന്നൊരു വരുമാനം സിനിമയിലേക്ക് കൊണ്ടുവരാം. അവരാരും ചിന്തിക്കില്ല. ഗെയിം ഇറക്കാം. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുകയാണ്. ഇപ്പോൾ മാർക്കോ പോലത്തെ ഒരു സിനിമ ഇറങ്ങി. വയലൻസ് ആണ് അത് മൊത്തം എന്ത് ചെയ്തത്, മൊത്തത്തിൽ അവർ വിറ്റത്. ഓക്കെ, പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവന്താ ഇങ്ങനെ പറയുന്നത് കേൾക്കും. ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. അവർക്കൊരു ഗെയിം ഇറക്കാം. മാർക്കോനെ പോലെ കൂട്ടിട്ട് ഫ്രൂട്ട് നീഞ്ച പോലെ ഒരു സാധനം വേണമെങ്കിൽ ഇറക്കി വിടാം. ബുക്ക് ഇറക്കാം. ഇപ്പോൾ എമ്പുരാൻ്റെ തന്നെ കുറച്ചും കൂടി എലമെൻറ്റുകൾ കൂട്ടിയിട്ട് ഒരു കഥ പോലെ അവർക്ക് ബുക്കായിട്ട് ഇറക്കാം. മനസ്സിലായി? ലൂസിഫർ, എമ്പുരാൻ എന്നുള്ളതൊക്കെ അങ്ങനെ വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. നോർമലി ഒരു സിനിമയിൽ ഈ പറഞ്ഞ 3 മണിക്കൂർ 2 മണിക്കൂർ കാണിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യൂണിവേഴ്സാണ്. എല്ലാം പാർട്ട് 1 പാർട്ട് 2 യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് സിനിമകൾ വരുന്നത്. ഇതേ യൂണിവേഴ്സിന് ഒരു പാരലായിട്ട് വേറെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നടക്കുന്നില്ല. ഇപ്പം മാർവലൊക്കെ ചെയ്യുന്നില്ലേ OTT പ്ലാറ്റ്ഫോംസിനകത്ത്? അത് ഓൺലി ഫോർ OTT എന്ന് പറഞ്ഞിട്ട് അവർക്ക് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ചെയ്യാം. മലയാളത്തിൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തതാണോ, അതോ അതിനൊന്നും ഫണ്ട് ചെയ്യാൻ ആളില്ലാത്തതാണോ? ഐ റിയലി ഡോണ്ട് നോ. ഓക്കെ, കുറേ സാധനങ്ങൾ ചിന്തിക്കാം. ബിസിനസ് രീതികൾ, സിനിമയുടെ ബിസിനസ് രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പണാണ്. സിനിമ ഇറ്റ് സെൽഫ് ഫ്യൂച്ചറാണ്. ഓക്കെ, ആ ഫ്യൂച്ചർ പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഇൻഡസ്ട്രി. സിനിമയിൽ നമ്മൾ കാണുന്നത് എന്താ? ഫ്യൂച്ചർ. കുറേ ഫ്യൂച്ചറാണ് സിനിമ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്തുകൊണ്ട് സിനിമാക്കാരും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ മൈൻഡിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇതെല്ലാത്തിനും ഭാരം. പൂട്ടണം, എല്ലാവരും പൈസ കുറയ്ക്കണം, പൂട്ടണം. ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ്റെ കഴിഞ്ഞ ഇൻ്റർവ്യൂ ഇവിടെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും വലിയ കാശ് മുടക്കി ഇത്രയും വലിയ പടം എടുക്കുന്നു. അപ്പോഴും ഇൻഡസ്ട്രിക്കകത്തുനിന്ന് പൃഥ്വിരാജ് സുകുമാരനെ പറയും, എന്താ ആവശ്യം ഇത് ഇത്രയും പൈസ മുടക്കിയിട്ട്? അയാൾക്ക് ബിസിനസ് അത് സെല്ല് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ അയാളുടെ പ്രൊഡക്റ്റിൽ അയാൾക്ക് വിശ്വാസം കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വിറ്റ് പോകും എന്നുള്ളൊരു ധൈര്യം അയാൾക്കുള്ളപ്പോൾ അയാൾക്ക് ചെയ്യാമല്ലോ. മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഇനി പൃഥ്വിരാജ് ആണെങ്കിലും ബാക്കി ആരാണെന്നുണ്ടെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അത് നന്നായിട്ട് വിൽക്കണം, നല്ല രീതിയിൽ വിൽക്കാൻ പറ്റണം. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു സാധനം വിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺവെൻഷനലായിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, എമ്പുരാൻ ഇറങ്ങുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇതുവരെ ഓൾറെഡി റിലീസിന് മുമ്പ് തന്നെ നമ്മൾ കേൾക്കാത്ത എല്ലാ ഫിഗറും ഹിസ്റ്ററിയായി, അല്ലെങ്കിൽ ഇത് റെക്കോർഡാണെന്നൊക്കെ പറഞ്ഞുള്ള കുറേ ഫിഗേഴ്സ് നമ്മൾ കേട്ടു എമ്പുരാൻ ഇപ്പം റിലീസിന് മുന്നേ തന്നെ. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മാഷായിരിക്കും, ആഡിസ് കരുതി പോക്കായിരിക്കും. മൊത്തം ഇൻഡസ്ട്രിയിലെ എല്ലാ റെക്കോർഡുകളും പൊട്ടിച്ചിട്ടാവും പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു മലയാളം ഇത്രയും ചെറിയൊരു മലയാളം സിനിമയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് മലയാളികൾ മാത്രമാണോ മലയാളം സിനിമയിൽ ബേസിക്കലി ഇൻവെസ്റ്റ് ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. മലയാളികൾ മാത്രമാണോ ഇതിൽ താല്പര്യമുള്ളവർ? മലയാളം സിനിമയ്ക്ക് കപ്പാസിറ്റി ഉണ്ട്. മലയാളം സിനിമ ഒരു ലാർജ് സ്കെയിൽ, ഇപ്പോൾ എമ്പുരാൻ പോലത്തെ ഒരു വലിയ പടം എടുത്തു കഴിഞ്ഞാൽ ആ പടം വേൾഡ് വൈഡ് പല ലാംഗ്വേജിലുള്ള പല ആളുകൾക്കും അത് അപ്പീലിംഗ് ആവും എന്നുണ്ടെങ്കിൽ വൈ നോട്ട്? ഇപ്പോൾ ലൈക്ക വന്നു, ഓക്കെ, പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് കുറേ പ്രൊഡ്യൂസേഴ്സ് പുറത്തുനിന്നും വരുമല്ലോ. പുറത്തുനിന്നുള്ളവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ വലുത് നല്ല ചെറുതാണെങ്കിലും ക്വാളിറ്റി സാധനങ്ങൾ നമ്മളെ ടെക്നീഷ്യൻസിന് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരും വന്ന് ഇൻവെസ്റ്റ് ചെയ്യും സിനിമയിൽ. ഇതൊന്നും അവർക്കൊരു പടി ഉണ്ടാവില്ല. സോ കാലം മാറുന്നതിനനുസരിച്ച് മാറാൻ പറ്റണം. ഓക്കെ, അത് എവിടെയാണെന്നുണ്ടെങ്കിലും സിനിമ പ്രത്യേകിച്ച്. അല്ലാതെ വന്നിരുന്നിട്ട് ഇങ്ങനെ
ഇത് പോയി അത് പോയി പൂട്ടി കഴിഞ്ഞ് തീർന്ന് പൂട്ടണം എന്ന് പറഞ്ഞാൽ നോ യൂസ്. എന്താണെങ്കിലും എമ്പുരാൻ മലയാളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് കണ്ടറിയും കോശി, കണ്ടറിയണം കോശി എന്നല്ല, കണ്ടറിയും കോശി. നോക്കാം.